ഓക്കെ സമയമാണ് ഓർഡർ അടിച്ച് നിൽക്കുകയാണ്. ഫസ്റ്റ് ഓർഡർ റെഡി ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന് എല്ലായിടത്തിലും അല്ലേ. ശരി പോയിട്ട് ബൈ സീ യു ടാറ്റാ. ഓക്കെ ചെരുപ്പ് ഇടണോ ഷൂ ഇടണോ മഴ പെയ്യോ ചെരുപ്പിട്ടേക്കാം. സംഭവം ക്രോക്സ് ഒക്കെ വെളിവിളായിരുന്നതാണ്. ഇപ്പോൾ നല്ല കറുകറാന്നായി പോയി. നനയ്ക്കാൻ സമയമില്ല വിഷയം. എന്തായാലും മഴ കാണും. ഇപ്പോൾ ദിവസവും മഴ തന്നെ വീട്ടിലാണ് നമ്മൾ ട്രിവാൻഡ്രം അല്ല കേരളം മൊത്തം മഴ തന്നെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ച റെസ്റ്റോറൻറ്റ് പറഞ്ഞത് തറവാട്ടിൽ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:30 മണിയായി. ഓക്കെ അടിപൊളി കാലാവസ്ഥയാണ്. നോക്ക് നല്ല മഴക്കോള്. ഇതുപോലെ ഇരുന്നാൽ മതി. മഴ വേണമെന്നില്ല, ചെറിയൊരു മഴ സർജിന് വേണ്ടി മാത്രം മതി. പിന്നെ വെയിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാം നല്ല എനർജി ആയിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എനർജി കയറ്റിയ സംഭവം എന്ന് പറയുന്നത് 3 ദോശ 2 ബുൾസൈ പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞത് എന്ത് ചമ്മന്തി? തക്കാളി ചമ്മന്തിയാണ്. അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ എല്ലാം കൂടെ കഴിച്ച് വയറ് നിറഞ്ഞ് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഈ എനർജി വെച്ച് മാക്സിമം നമുക്ക് റവന്യൂ ഉണ്ടാക്കണം. അതാണ് നമ്മൾ മെയിൻ ഫോക്കസ്. ഓക്കെ പൂജപ്പുര എപ്പോഴും ബിസി ഏരിയയാണല്ലേ. ഇപ്പം പൂജപ്പുര കുഞ്ചാലമൂട് കരമന ഇതൊക്കെ ഒരേ വരി പറഞ്ഞ ഏരിയ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പോകണ വണ്ടി അവിടെയും കാണും. അവിടെ കുഞ്ചാലമൂട് കരമനയൊക്കെ. അപ്പോൾ ഈ കയറാൻ നമുക്ക് പ്രതീക്ഷിച്ചാൽ ഗ്യാപ്പ് കെട്ടിയിട്ടുണ്ട്. കയർ കമ്മോ അത്രേ ഉള്ളൂ. ഇത് വണ്ടി 615 സൂപ്പറായിട്ട് മഡ്ഗാർഡില്ലല്ലോ. ചെളി അടി തെറിക്കും ബാക്കിൽ. വണ്ടി അത്തരുവേ ഇവിടെ അച്ഛൻ മതി കുഴപ്പമില്ല. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഓർഡർ ഇവിടെ അകത്താണ്. 3295 ഈ ഓർഡർ അവിടെയാണ്. 3295 അവിടെ ഇരിക്കണ. ഇത് തന്നെ ഫിഷ് കറി മീൽസ് ഓർഡർ പിക്ഡ്. അനിയനാ? ഓക്കെ ശരി. രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയതാ കൂടെ കമ്പനിക്ക്? ഓക്കെ കാണുമല്ലേ. താങ്ക് യു. ഓക്കെ ശരി. ഇന്നത്തെ വ്ളോഗിലുണ്ട് നിങ്ങൾ കിടക്കട്ടെ. ഞാൻ മാത്രം കാണിച്ചാൽ പോലെ എല്ലാവരും കാണിക്കണ്ടേ. പുതിയ ക്യാരക്ടർ അകത്തുനിന്നുകൊണ്ടിരിക്കണം. പാൻ ഇന്ത്യ പോലെ അല്ലേ. പോയിട്ട് ബൈ സീ യു. ഓക്കെ നോക്കി പോണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കറക്റ്റ് 8 കിലോമീറ്റർ ദൂരമുണ്ട്. പേയാടാണ്. പോലീസെണ്ണം പോയിക്കണം. പോലീസെണ്ണം നല്ലത് ഹോം ഗാർഡ്. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 12:45 ആവാറായി. ഇപ്പോൾ രാവിലെ തന്നെ നല്ല ഉഗ്ര സൈനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പോസിറ്റീവ് സൈൻ. നമ്മൾ ആൾക്കാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ല എനർജി കയറിയിട്ടുണ്ട്. ഇതുപോലത്തെ കമൻസും ഇതുപോലത്തെ ഒരു അപ്രിഷ്യേറ്റ് കെട്ടും വേണം നമുക്കൊരു. അതൊരു പവറാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പവറൊക്കെ എപ്പോഴും വേണം നമുക്ക്. പെട്രോൾ 200 രൂപയ്ക്കാ. ഒരു മിനിറ്റ് ഇപ്പോൾ വണ്ടി എടുക്കാമേ. പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ അപ്പുറമാണ് ബാക്കിൽ നിന്ന് ഇറങ്ങി നിൽക്കുമോ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അല്ലേ. ഇത് ആർക്ക് സോറി ഇപ്പോൾ ഇടിച്ചാൽ ദിശ എപ്പോഴപ്പെടാതെ പയ്യ. ഓക്കെ ബൈസൺ വയറ് പറഞ്ഞാ വലിയ കുഴപ്പമില്ല. 200 രൂപ ഒരുമാതിരി വയറ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ജോലിയുണ്ട്. ഈ കിലോമീറ്റർ ഒന്ന് റീസെറ്റ് ചെയ്യണം. ഓക്കെ 0 ആയി. സ്വിച്ച് പോയേട്ടാ ബൈസണ്ട. സംഭവം വണ്ടി ഒരുപാട് ഓടും തോറും തേയ്മാനം കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കും അല്ലേ ബൈസൺ? ഒന്നും മിണ്ടുള്ള ആശയം. ഓക്കെ നമ്മൾ തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ ലെഫ്റ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ ദൂരമുള്ള ലൊക്കേഷൻ എത്താറായി. വലിയ വീടാണ്. വലിയ ആർച്ചൊക്കെ ഇട്ടിരിക്കണം. വില്ല മൈ നെയിം ഈസ് വില്ല. സൊമാറ്റോയാണേ. ഓക്കെ പോരാ. അവിടെ തന്നെ പോരാ. റോഡ് കുറച്ച് മോശമാണല്ലോ. അയ്യോ ഫുള്ളി ഓഫ് റോഡ്. അതിൻ്റെ കരിങ്കൽസൊക്കെ ഉണ്ട്. കുത്തി കയറിയ പഞ്ചറായിപ്പോ. ഇവിടെ അല്ലേ? ഓക്കെ ശരിയാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് സർജ് ഓണായ സൂപ്പർ 122 രൂപ 62 പൈസ. അടിപൊളി. ആദ്യം തന്നെ നല്ല വിളവാരം പേയ്മെൻ്റ് ആണല്ലോ സുധീഷേ. കൊള്ളാലോ. സർജ് എപ്പോൾ ഓണായി? അടുത്ത മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ മഴ പെയ്യാണ് ഇവിടെ മഴ വരെ ചാൻസ് ഉണ്ട്. ഈ റോഡാണ് പ്രശ്നം കേട്ടോ. ഇതൊരു പുതിയ വില്ല ഏരിയയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വില്ലകൾ വരുന്നേ ഉള്ളൂ. നമുക്ക് പറഞ്ഞാൽ വാങ്ങിച്ചല്ലോ സുധീഷേ. എന്തോ പറയുന്നത്? ഇന്ന് സൊമാറ്റോ ഓടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ വാങ്ങി അത്രയും പൈസ മാറ്റി തരും. ഓക്കെ ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. വന്ന വഴി തിരിച്ച് പോകാം. തിരുമല നിൽക്കാം. അവിടെ പോയി അടുത്ത ഓർഡർ ചെയ്ത് എങ്ങോട്ടേലും പോകാം. കമോണ്ട് ഒട്ടൊക്കെ ഇരിക്കണം അല്ലേ. എത്ര ഉള്ളൂ. അങ്ങനെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അർബൻ കിച്ചൺ പൂജപ്പുരല്ല തിരുമല ജംഗ്ഷനിലാണ് പറഞ്ഞത്. ചിലവന്മാരൊക്കെ മാപ്പിടാതെ നേരെ പൂജപ്പുര പോയിക്കളായി. നമുക്ക് പിന്നെ അറിയാം എവിടെയാണെന്നുള്ളത്. ഓക്കെ റീച്ച് ദ ലൊക്കേഷൻ ഓഫ് അർബൻ കിച്ചൺ. ഓക്കെ റെഡി ആയിട്ടുണ്ട്. 3444 ചിക്കൻ ദം ബിരിയാണി. ഇത് തന്നെ. അപ്പോൾ ഓർഡർ പിക്ഡ്. ബൈസൺ ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ എന്തൊരു ലുക്ക്. ഈ സൈഡ് കാണാൻ ഒടുക്കത്തെ ഗ്ലാമർ തന്നെ. എങ്ങനെ ബൈസൺ മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ? ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും പിടിക്കൂല. കാലം മാറിപ്പോയി കലികാലം. അപ്പം നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് അഗൈൻ പേയാടാണ്. അഗൈൻ പേയാടാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:20 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. പേയാട്. ഇത് പേയാടാണത്. ഇത് കുണ്ടവൻ കടവ് കഴിഞ്ഞ് അടുത്ത വേടിന്. സംഭവം ഈ ലൊക്കേഷൻ്റെ പേര് പിറയിലാണ്. പേയാട് പിറയിൽ. ഓക്കെ ഇതിന് വീടെത്തി. സൊമാറ്റോ ആണേ. ഞാൻ ഇവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു. ഇവിടെ ഒരു കട ഉണ്ടല്ലോ. അവിടെ നിൽക്കുകയാണ്. ഒരു തോപ്പിൽ സ്റ്റോഴ്സാ. ഓക്കെ ഗൂഗിൾ പേ ആണോ? ഒരു മിനിറ്റ്. 469 പേടായാ? ഓക്കെ മേഘം കറക്കുത് ചക്കത്തിക്ക് മിന്നൽ ഇടിക്കിത് ചക്കച്ചിക്ക് എല്ലാം മഴക്കോളട്ടോ. ഭയങ്കരമായിട്ട് ഇരുണ്ട് വരെയാണ്. അയ്യോ ഉച്ചയ്ക്ക് 1 മണിയാണ്. വൈകുന്നേരം 6:30 മണിയാണ്. മനസ്സിലാവണല്ലോ. അത്രയ്ക്ക് ഇരുണ്ട് കിടക്കുകയാണ്. ഓഹോ മഴയത്തുള്ള പാട്ടൊക്കെ ഇട്ടാൽ നല്ല വൈബായിരിക്കും സുധീഷ. നല്ല പാട്ടെടുക്കും. നോക്കട്ടെ. നമ്മൾ റേഡിയോ ഓൺ ചെയ്യും.
ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. തറവാട്ടിൽ തനിമ റെസ്റ്റോറൻറ്റ് പൂജപ്പുര. അക്സെപ്റ്റ്. സർജ് ഓണായില്ല. എന്തിനാ ഇത്രയും മഴ പെയ്യാൻ പോകണമെന്ന് അറിഞ്ഞിട്ട് പോലും സർജ് ഓണാക്കില്ലെങ്കിൽ? ഇപ്പം മഴത്തുള്ളികൾ റോഡിൽ വീണാൽ മാത്രമേ സർജ് ഓണാക്കുള്ളൂ അല്ലേ? കൊള്ളാം നിങ്ങളെ തീമുകളെ കാര്യങ്ങൾ. സംഭവം കുപ്പിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ ക്യാമറ ഒന്ന് ഓണാക്കിയിട്ട് ആ ക്യാമറ കൂടെ വെള്ളം ഒഴിച്ചാലോ മഴ പോലെ ഇരിക്കുകയും ചെയ്യും, സർജ് ഓണാവും. നല്ല ഐഡിയ അല്ലേ? അതൊക്കെ അവർക്ക് അറിയാം. ഇപ്പോൾ സർജ് ഓണാക്കുന്ന ഒരാൾ മാത്രം ചെയ്താൽ പോരാ, ഒരു 10 പേരെ മിനിമം ചെയ്യണം, എങ്കിലും അവർ സർജ് ഓണാക്കുള്ളൂ. അണ്ണം കയറി കയറി ഞാൻ അപ്പുറത്ത് കയറിപ്പിക്കോളാം. പെട്ടെന്ന് റെയിൻ കോട്ട് സമയമില്ല. ഇവിടെ കുറച്ച് മരമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്യില്ല ഇങ്ങോട്ട്. ഗ്ലൗസൊക്കെ ഊരി വെക്കട്ടെ, ഇനി ഗ്ലൗസിൻ്റെ ആവശ്യമില്ല. ഓഹോ, വെപ്രാളത്തിൽ കാലും കൈയും ഓടില്ല, അതാണ് വിഷയം. ഇതൊക്കെ നേരത്തെ ഇട്ട് വെക്കേണ്ട വിഷയം. മഴ പെയ്യണോ നോക്കിക്കൊണ്ടിരിക്കണോ? അത് നമ്മൾ അങ്ങനെയാണ്, മഴ കണ്ടാലേ റെയിൻ കോട്ട് ഇടുള്ളൂ. ഇപ്പോൾ സർജ് ഓണാക്കണ്ടേ, അതെന്ത് ചെയ്യാം, അത് ഓണായിക്കോളൂ. പിന്നെ കുറച്ച് അത് പിന്നെ ചെയ്യാം. ആദ്യം സൂക്ഷിച്ച് കാര്യം ചെയ്യും, റെയിൻ കോട്ട് എടുത്തിട്ട് സമയം കളയാതെ. എവിടെ സിബ്? അയ്യാ, ആ മഴ ഉറക്കിയാണ്, ദേഹത്ത് വീഴ് മുമ്പ് എടുത്ത് ഇട് പെട്ടെന്ന്. ആ സൂപ്പർ കാലാവസ്ഥ അല്ലേ? നോക്ക്, സംഭവം റോഡുണ്ട്, നല്ല വൈബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നു. മട്ടും മഴയാണ് കേട്ടോ. മരമൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ കയറിപ്പോയിക്കോട്ടെ. ജോലിക്കാര്യമാണ്, വരുമാനമാണ്, തൊഴിലാണ്, ചോറാണ് എൻ്റെ. നിങ്ങൾക്കൊന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി സുഖമായിരിക്കും. 7635. ബാഗിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളുടെ പാർസൽ നനഞ്ഞു പോകും. കവറിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പിന്നെയും പേടാണ്. ഇവിടുന്ന് കറക്റ്റ് 6.7 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:54 ആയിട്ടുണ്ട്. ദേഷ്യം വരെ ഇല്ലേ? എത്ര വട്ടം പേട് പോകും? സംഭവം പേട് പോയിട്ട് തിരിച്ച് കാലടിച്ച് വരെയാണ്. പിന്നെയും അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ദേഷ്യം വരെ ഇല്ലേ? അതുമല്ലാതെ ഒരേ സ്ഥലം പിന്നെയും കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കൂലേ? അതല്ലേ വിഷയം. ഒരു ചെറിയ ജോലിയുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കും ലൈറ്റായിട്ട്. ഈ മഴയ്ക്കൊക്കെ സർജ് വേണം. കള്ളന്മാർ ഓണാക്കില്ല കേട്ടാ. മഹാഭാവികളാ, നീയൊക്കെ നന്നായിരിക്കോടാ. മഴ പെയ്തോണ്ടല്ലേ ഇരിക്കണം, പിന്നെ എന്ത് നിനക്കൊക്കെ അവന്മാർ ഓണാക്കൂല, പന്നന്മാരാണ്. ഇവിടെ തന്നെ റൂട്ട് മാപ്പ് കറക്റ്റാണ്. റൈറ്റ് ഇങ്ങോട്ട് നേരെ പോയ ഇറക്കമാണ്. ഓക്കെ, റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. അവിടെയാണോ? ഇവിടെ അല്ലേ? പവിത്രം ഹൗസ്. കയറിപ്പോയാ കുഴപ്പമില്ല. ശരി. സംഭവം അതിൻ്റെ പാർസൽ കയറിപ്പോയി ലൈറ്റായിട്ട് സൈഡിൽ കൂടെ. എങ്ങനെ കയറിയെന്തോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സൂപ്പർ. സർജ് ഓണാക്കിയല്ലോ. ഓക്കെ, നമ്മൾ പ്രൊമോഷൻ പറയാൻ സമയമായിട്ടുണ്ട്. നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ ന്യായമായ വിലയിൽ സൂപ്പറായിട്ട് ചെയ്തുതരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ, അതും കുറഞ്ഞ വിലയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, നാളെ ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരാൻ നേരത്തെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങളെ കൂടെ കാണും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ ഓട്ടം വെറുപ്പിലാണല്ലോ സുശേ. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാം? അടുത്ത് തിരുമല പോകാൻ ദേഷ്യം പറഞ്ഞു. കാരണം തിരുമല പോയി കഴിഞ്ഞാൽ അടുത്ത ഓർഡർ ഇങ്ങോട്ട് അടിച്ചു തരണം പിന്നെയും. ഓഹോ, ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ABC ഫുഡ് സെൻറ്റർ, കാട്ടാക്കടയാ. അങ്ങ് പോകണല്ലോ ഇനി. അവിടെ നിൽക്കുമ്പോൾ അടിച്ചൂടെ? ഇവിടെ അടുത്ത് നേരെ എന്നിട്ട് കാട്ടാക്കട കാണിച്ചത് ആവശ്യമില്ലാതെ. കാട്ടാക്കട എവിടെ കൊണ്ടാ നീ? അതേപോലെ ആയിപ്പോയി. എവിടെ ABC എവിടെ കാണാനില്ലല്ലോ. ഇതാണ് പുതിയ റെസ്റ്റോറൻറ്റാ. ഓക്കെ, ഇത് പണ്ടൊരു വേറെ പേരിലാണ് കിടന്നത് കേട്ടോ, ഫ്ലേവേഴ്സ് എന്നാ, അങ്ങനത്തെ പേരിലാണ് കിടന്നത്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, പ്രിപ്പയർ ചെയ്യണം. വെയിറ്റ് ചെയ്യാം, നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് മഴയും കാണാം, റോഡ് കാണാം, വണ്ടികൾ കാണാം, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് നേരം സൂപ്പറായിട്ട്. ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ഒരു കട്ടൻ ചായ, പിന്നെ ഒരു പരിപ്പുവടയും കൂടെ. അത് വേണ്ട, ശരിയാവില്ല. ഒരു സാധാ ചായയും ഒരു ഉള്ളിവടയോ ഉഴുന്നുവടയോ ഉണ്ടെങ്കിൽ സൂപ്പറായി. ഓക്കെ, ഓർഡർ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ദം ബിരിയാണി 3 എണ്ണം. സൂപ്പർ പാട്ട് കേട്ടോ. പഴയ ഓർമ്മ കയറുന്ന പാട്ട് കേൾക്കുമ്പോൾ 2000 ഓർമ്മകളാണ്. ഓർഡർ പിക്ഡ്. എന്നെ சொல்ல പോകിറ. ആ ഒരു കാലഘട്ടമൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ? 2001, 2 ഒക്കെ. ഇതൊക്കെ ഇനി തിരിച്ച് കിട്ടോ? എന്നെ சொல்ல പോകിറ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേയാട് വിളപ്പിലാണ്. ഇവിടുന്ന് കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 2:30 മണിയായിട്ടുണ്ട്. സർജ് എപ്പോഴും ഓണാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതേ ഏരിയയിൽ പോകുമ്പോൾ വട്ട് പിടിക്കുകയാണ്. എത്രയെന്ന് പറഞ്ഞ് കാണിക്കാം ഒരേ ഏരിയ. ഊറ് അഴകി ഉലക അഴകി യാറുമില്ല ഉന്നെ പോലെ. ഞാൻ പറഞ്ഞ പ്രകൃതിയാണ് ഊറ് അഴകി ഉലക അഴകി. ഇത്ര സൗന്ദര്യമാണ് പ്രകൃതി കാണാൻ. അപ്പോൾ ഈ പ്രകൃതി കണ്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞാൽ പോരാ, ലോകം മൊത്തം ട്രാവൽ ചെയ്യണം. അതാണ് പറയുന്ന മെസ്സേജ്. എൻ്റെ അമ്മ കുത്തു ഇറക്കാണല്ലോ. എൻ്റെ ഇത് എവിടെ പാതാളത്തിൽ പോണ വർക്ക് കേട്ടോ, അല്ലേ ശരിയാവില്ല, കൈ വണ്ടി നിൽക്കില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. നല്ല അരി അല്ലേ, അടിപൊളി. നമുക്ക് തോട് ഇട്ട് അങ്ങോട്ട് വരുമ്പോൾ കാണാം. ഐ ലൈക്ക് ദിസ് ഏരിയ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്.
കൊള്ളാം, കുഴപ്പമില്ല. ഈ ഒരു ഇതുപോലത്തെ ഏരിയയിൽ ഓർഡർ അടിച്ചാൽ കൊള്ളായിരുന്നു അല്ലേ? ഒന്ന് മാറ്റി കാണിക്കാൻ നന്നായിരിക്കും. ഇതൊന്ന് കുത്ത് കയറ്റം അയക്കണം. കണ്ട, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം കാണും. ഇതാണ് ലൈഫ്. പൈസ എങ്ങനെയുണ്ട്? പുതിയതായിട്ട് പറയാൻ ആലോചിക്കട്ടെ, മൈൻഡിലൊന്നും വരില്ല. നൈറ്റായിട്ട് വിശക്കെയാണ്. വല്ല വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് പോകുന്ന വഴിക്കേ കാസിം സർബത്ത് കുടിക്കാം. കാസിം പാൽ സർബത്ത്. ആഹാ, ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് ഇങ്ങോട്ടൊക്കെ. അടിപൊളിയാണ്. നിറയെ പുല്ലും ചെടികളും നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ പാമ്പ് കാണുമല്ലോ ഈ ഏരിയയിലൊക്കെ. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടുത്തെ അവിടെ അല്ലേ? ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ, പിന്നെ അടുത്തടിക്കുന്ന ഓർഡർ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വിളിച്ച് പറയാം വീട് മാറാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഈ ഭാഗത്ത് വീട് നോക്കാം, അത് ശരിയാവുള്ളൂ. ഇവിടെ ആണെങ്കിൽ നമുക്ക് വരാൻ എളുപ്പമായിരിക്കും ഉണ്ണാനൊക്കെ. ഇല്ലെങ്കിൽ അങ്ങ് വരെ പോകണ്ടേ. നല്ല ഏരിയ പൊളിയായിരിക്കണ്. ഒന്ന് കണ്ടു പോയാലോ? നല്ല വൈബായിരിക്കുമല്ലേ ഇങ്ങോട്ട്? ആ, അടിപൊളി വൈബ് നാച്ചുറാലിറ്റി വൈബ് ഇൻ പഞ്ചായത്ത് ഏരിയ. കാക്കയുടെ സൗണ്ട്, കിളികളുടെ സൗണ്ട്, പച്ചപ്പിൻ്റെ മണം, സൈലൻറ്റ്. അവിടെ നിന്ന് അപ്പം നടന്നു പറഞ്ഞ് ഇതൊക്കെയാണ് പഞ്ചായത്ത് ഏരിയ. മനസ്സിലായ? ഇങ്ങനെ ഇരിക്കണം. ആ, ചുമ്മാ നോക്കണ്ടോ? ആ, ഇവിടെ വെള്ളം കയറോ? എങ്ങനെ അവിടെ ഇവിടെ വെള്ളം കയറോ മഴ പെയ്ത് കഴിഞ്ഞാൽ? അത്ര അല്ലേ? അല്ലേ, നല്ല മഴ വരുമ്പോഴേ ഇവിടെ ഇങ്ങോട്ട് വെള്ളം കയറോ മുകളിലോട്ടൊക്കെ? ഇല്ലല്ലോ. ആണല്ലേ? ഓക്കെ, ആണല്ലേ? അടച്ചിരിക്കുകയാണ് അല്ലേ? പോവേണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി അപ്പൂവിൻ്റെ നിന്ന്. ഇവിടെ അടച്ചു കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് പോകില്ലെന്നാണ് പറയണത്. സൂപ്പർ ഇൻഫർമേഷനാണ്. നമ്മളെ സിനിമയ്ക്കകത്ത് അപ്പൂവിനുമായിട്ട് അപ്പൂപ്പന് ഫേമസ് ആവട്ടെ. അവിടെ നിന്നാണ് വെള്ളം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയാണെങ്കിൽ പോകുന്നത്. ഇതൊക്കെ വലിയ വേണ്ടപ്പെട്ട കാര്യമാണ്. നമ്മളെ PSC എക്സാമിനൊക്കെ നോക്കി വെച്ചാൽ ആവശ്യം വരും. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കണം അല്ലേ? ഓക്കെ, പോകാം. അപ്പോൾ ഇങ്ങോട്ട് പോകാം. മണി ഇപ്പോൾ 3 മണിയാവാറായി. അപ്പം നേരെ തിരുമലയോട്ട് പോകാം. തിരുമല, പൂജപ്പുര, പേയാട്, മലയങ്കീഴ്, കാട്ടാക്കട. ആ വണ്ടിയുടെ ഡോർ ഓപ്പൺ ആക്കിയാണ്. ഡേഞ്ചറാണ്. ബാക്കി പറഞ്ഞ ആൾക്കാർ ഇടിക്കും. കണ്ട് പറഞ്ഞിട്ട് പോയാലോ? ബാക്കിൽ ഡോർ ഓപ്പൺ ആക്കുന്നു. ഓക്കെ ഓക്കെ, അവർക്ക് അറിയാൻ തോന്നുന്നു കേട്ടോ. കാസിം സർബത്ത് കുടിച്ചിട്ട് പോകാം. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് സർബത്ത് കുടിക്കാം എന്ന് പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഭാവിയിൽ ഇതൊക്കെ ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ പഴഞ്ചൊല്ലാണ് ഫേമസ് ആവണത് അല്ലേ പൈസൺ? പൈസൺ എല്ലാം എന്നെ പറ്റി അറിയാം അല്ലേ പൈസൺ? പിന്നെ അണ്ണെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്കല്ലേ. അണ്ണം ഭയങ്കര തള്ളാണെന്ന് എല്ലാം അറിയാം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഡി പാരീസ്. എടുക്കണോ വേണ്ടേ? സർജും ഇല്ല, ചെറിയ ഓർഡർ 30 രൂപ ഉള്ളൂ. ശരി, ഇപ്പോൾ എടുക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എടപ്പഴിഞ്ഞാണ്. ഈ വഴി വന്നപ്പോൾ ഓർഡർ അടിച്ചാൽ ശാസ്താമംഗലത്തിലോട്ട്. ഇവിടെ അടുത്തിന് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. മിനിമം ഒരു 50 രൂപ ഓർഡർ അടിക്കണം. ഇങ്ങനെ 30 20 അടിച്ചിട്ട് കാര്യമില്ല. ഇങ്ങോട്ടാ കൂരി കേട്ടാ. ഓ, ഇത്ര ചൂടാക്കണ്. അടുത്ത മഴ പെയ്യും ഉടനെ. 0324 തന്നെ. ഓക്കെ, ഓർഡർ ഐറ്റം അൽഫാമാണ് പേക്ഡ്. ഓക്കെ, പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നന്ദൻകോടാണ്. ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3:30 മണിയായി. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പറഞ്ഞത്. ഫ്ലാറ്റാണല്ലേ? വണ്ടി എവിടെ കൊണ്ട് വയ്ക്കാൻ? അവിടെ ആയിരിക്കും വയ്ക്കണം മിക്കവാറും. വിസിറ്റേഴ്സ് പാർക്കിംഗ്, 2 വീലർ അവിടെ ആ സൈഡിലായിട്ട് 2 വീലർ പാർക്കിംഗ്. ഓക്കെ, പോകാം. ഫുഡ് കൊണ്ട് ഫ്ലാറ്റിൽ കയറണോ അതോ സെക്യൂരിറ്റി കയ്യിൽ കൊടുക്കണോ എന്ന് അറിയണ്ടല്ലോ. ചോദിച്ചു വെക്കാം. ബാ, സെക്യൂരിറ്റി കാണാനില്ല. ഉണ്ണാൻ പോയാ? ഓക്കെ, പോകാം. ഓർഡർ കൊടുത്തിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3:43 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഓർഡർ എങ്ങോട്ട് അടിക്കുന്ന അറിഞ്ഞുകൂടാ. അടിക്കുമ്പോഴേ അറിയാവുള്ളൂ. പൂജപ്പുര ഭാഗത്ത് അടിച്ചാൽ മതിയായിരുന്നില്ല. ആ വഴി വീട്ടിൽ പോയായിരുന്നു. നമുക്ക് സംസം വയ്യമ്പാറിൽ പോയാലോ? ചിലപ്പോൾ അവിടെ നിന്ന് ഓർഡർ അടിക്കും. പൂജപ്പുര ഭാഗത്തൊക്കെ ഇത് പുതിയ റെസ്റ്റോറൻറ്റായി. മിസ്റ്റർ ഇറാനിയുടെ റെസ്റ്റോറൻ്റ് ആക്കി. ചായക്കട മാത്രമേ ഉള്ളൂ, കാരണമില്ല. പിന്നെയും മഴ എന്തോ ഇത് പെയ്യുന്നു നിൽക്കണ് പെയ്യോ പ്രാവശ്യമെങ്കിലും. ശരി, ഇറങ്ങിട്ടൂടാ. അടുത്ത ഓർഡർ അടിച്ചേ. എൻ്റെ അവിടെ സംസം തന്നെ. സംസം വയ്യാൻ അക്സെപ്റ്റ്. സർജ് ഓണായില്ലല്ലോ. ഓണാക്കാം. ബാ, മഴ തുടങ്ങി. ഒതുങ്ങി നിൽക്കാം. ബാ, അങ്ങോട്ട് കയറി. സംഭവം റെഡി ആയിട്ടില്ല. അപ്പോൾ ചോദിച്ചു നോക്കിയല്ലോ. 1 മണിക്കൂറായല്ലോ. അത് സമയമാവും. ഇത് ബ്രോ, സമയം എടുക്കും. അത് നമ്മളത് തന്നെ അത് ആണെന്ന് തോന്നണം കേട്ടോ. അതെ. ഓക്കെ, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു നമ്മൾ വന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഓർഡർ പിക്ഡ്. മണി 4:05 ആയിട്ടോ. അയച്ചോ, ഒരുപാടായല്ലോ. വിശക്കണം. ഈ വീട്ടിൽ പോലും കഴിച്ചിട്ട് അടുത്ത 6 മണി ജോലിക്ക് പോകണം. നല്ല മഴ കേട്ടോ, ഹെവി. ഓക്കെ, പോകാം. താക്കോല് പോയി. താക്കോലിട്ട് ഇറങ്ങി കറക്കണം പാടില്ല. അങ്ങനെ
വണ്ടി അവിടെ ബൈസൺ ഫുള്ള് നാനല്ലേ വാ പറഞ്ഞു വാ പോ. ഇവിടെ 1 മണിക്കൂറായല്ലോ. എന്ത് ചെയ്യാൻ ഓർഡർ ചെയ്യാണ്ടേ. ഓക്കെ പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണന്തലാണ്. ഇവിടെ കറക്റ്റ് 5.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 4:10 ആയിട്ടുണ്ട്. ആഹാ മഴ ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല പെയ്യട്ട്. നമ്മൾ വ്ളോഗിൻ്റെ ക്ലൈമാക്സ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സിൽ കുറച്ച് നല്ലൊരു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണ്ടേ. ഒന്നല്ലെങ്കിൽ തീപ്പൊരി ആയിരിക്കണം അല്ലെങ്കിൽ ഹെവി മഴയായിരിക്കും. നല്ല പെയ്യട്ട് നനഞ്ഞ് കുളിച്ചോണ്ട് പോകാം മഴയത്ത്. കുളിച്ച് ആറാടണം. കേരളത്തിലുള്ള മഴ നല്ല സൗന്ദര്യമാണ് കാണാൻ അല്ലേ. ചില അടുത്തൊക്കെ ഇത്തിരി പ്രശ്നമുണ്ടില്ലെന്ന് പറയുന്നില്ല. ചില അടുത്തൊക്കെ നല്ല വൈബാണിത്. ആ റോഡും മഴയും. ഓക്കെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഫ്ലാറ്റാണോ വീടാണത്? വീട് തന്നെ. ഫ്ലാറ്റ് പോലെ എൻ്റെ അമ്മോ എന്തു വലിയ വീട്. ഇട്ടാണ് ഗ്യാറ്റ് പറഞ്ഞത്. ആ വീടാ ഇതാ വീട്. ഇവിടെ തന്നെ ഹൗസ് നമ്പർ കറക്റ്റിനെ 34. അവിടെ തന്നെ. പട്ടി വല്ലതും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. ആ സൊമാറ്റോ ആണേ. ഓക്കെ ബെല്ലടിക്കാം. വീട്ടിൽ ആരും ഇല്ലേ? വീട്ടിലാരും ഇല്ല. ശരി വെയിറ്റ് ചെയ്യാം. വാ. ഫുഡാണ് സൊമാറ്റോ. ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ഇവിടെ. കൊടുത്തേക്കാൻ പറഞ്ഞ്. ആ നല്ല മഴ. ഓക്കെ പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 74 രൂപ 41 പൈസയാണ്. നല്ല മഴ സമയമാണ്. ഒന്നുകൂടെ ഓടി നോക്കിയായിരുന്നു ബാക്കി സമയം കൂടെ. പക്ഷേ നമുക്ക് വീട്ടിൽ പോകണ്ടേ, ഫോൺ ചാർജ് ചെയ്യണ്ടേ, കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ദേഹം ഇല്ലാതായി പോകും. അതുപോലെ 6 മണിക്ക് തൊട്ട് 10 മണിയുടെ പീക്ക് ടൈമാണ്. ഇപ്പോൾ ഉള്ളത് പീക്ക് ടൈം അല്ല. ഈ മഴ സമയത്ത് ഓടിയ വല്ല കെട്ടുമായിരിക്കും. എന്നാൽ പോലും നമുക്ക് ഫോൺ ചാർജ് ചെയ്യണം. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുറച്ച് റിഫ്രഷ് ആവണം. എങ്കിൽ ശരിയാവുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. വീട്ടിൽ പോയിട്ട് വരാം. വൈകിട്ട് അടുത്ത മഴ കാണും. ബാക്കി ആ മഴയത്ത് ഫുൾ ഓടി എടുക്കാം. എല്ലാം കൂടെ ഒരു 1500 ഉണ്ടാക്കാൻ പറ്റും. നോക്കട്ടെ. 3 പാലേ. 3 പാൽ 5 മുട്ട. എത്ര തന്നെ? 5 മുട്ടായി. 3 പാല് 5 മുട്ട. ഓക്കെ പോയാലോ. കമോൺ. ഓക്കെ റീച്ച് ലൊക്കേഷൻ ഓഫ് മൈ ഹൗസ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചോറ്, കരുവാട് കറി, പിന്നെ കീരത്തോരൻ, മുട്ട ഓംലെറ്റ്, പിന്നെ മോരുണ്ട്. കഴിക്കാം. കാമോൺ. ആദ്യം കറി എടുത്ത് ചോറിട്ട് വരാം. വാ. കറി തണുത്തു പോയിട്ടാ മഴയത്ത്. തണുപ്പല്ലേ. നല്ല പോലെ വരവിട്ടുണ്ട്. കരുവാട് കറി ഇട്ട് കുറച്ച് കീരയുടെ നടക്കുക. വാ കഴിക്കാം. മഴ സമയല്ലേ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ കറികൾ വെച്ച് കഴിക്കുമ്പോൾ സുഖമാണ്. ഇത്ര തന്നെ. വേറൊന്നും പറയാനില്ല. 5-6 ഓർഡർ എടുത്ത് വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് ഇത്രേ ഉള്ളൂ. സൊമാറ്റോ ഉള്ളത്. ട്രാവലോ കാണണ്ടേ? ചെയ്യണ്ടേ? എപ്പം ചെയ്യാം? അവിടെ പറഞ്ഞേക്കും. പണ്ട് പോവല്ലേ കാറിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് എത്ര ദിവസം എന്തായാലും എന്താ ചില കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും. പിന്നെ നമുക്ക് പോവാം പഴയ പോലെ ഫാമിലി ആയിട്ട്. ഓക്കെ അല്ലേ ചേട്ടി? പഴയ പോലെ അല്ല, പഴയതിനേക്കാൾ സൂപ്പറായിട്ട് നമ്മൾ ഇനി സെറ്റാക്കും. അതെ. അപ്പോൾ അത്ര തന്നെ. വേറൊന്നും പറയാനില്ല. ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. എന്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും കുറച്ച് സെൻറ്റ് അടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ബോൺ ആകുക. മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടായി നിൽക്കണം. വാ മൊത്തം കയറി.